അല്ലാതെയുമൊക്കെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത്, നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ടല്ലേ നമ്മുടെ വാർത്തകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് +2 പരീക്ഷയുടെ പാറ്റേണെ മാറ്റി ബോർഡ് എക്സാമിന് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ എല്ലാ പാറ്റേണും മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാണാനിടയായി. 24-ൽ വന്ന ഒരു വാർത്തയാണ്. നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം. ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നത്. അത്തരമൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു. ഫിസിക്സ് എക്സാമിന്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി. വാരിക്കൊരു A+ നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഈ നമ്മുടെ സിസ്റ്റം അല്ലേ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതായത് ഈ ലാസ്റ്റ് ഫിസിക്സ് എക്സാം വളരെ ടഫായിരുന്നു എന്ന് പറയുന്നു, കെമിസ്ട്രി അതിനേറെ ടഫായിരുന്നു എന്ന് പറയുന്നു, ബോട്ടണി, സോളജി ഇതൊക്കെ ടഫായിരുന്നു എന്നൊക്കെ പറയുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ വെച്ചിട്ട് അവരുടെ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ആകെ മാറിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും പാസ്സാവുന്നു, എല്ലാവർക്കും വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു, എല്ലാവർക്കും ഇനി വാരിക്കോരി മാർക്ക് കൊടുക്കില്ല, ഇനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ചെയ്യാൻ പോവാണ്, നമ്മുടെ വിദ്യാഭ്യാസം ഉയരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടഫാക്കി. എന്താ നിങ്ങളുടെ അഭിപ്രായം? കുട്ടികൾ തന്നെ പറയുന്നുണ്ട് മോഡൽ എക്സാം വളരെ ഈസി ആയിരുന്നു. എന്തിനാണ് നമ്മളൊരു സ്കൂളിൽ മോഡൽ എക്സാം, അതായത് നമ്മുടെ മെയിൻ പരീക്ഷയുടെ മുന്നേ മോഡൽ എക്സാം നടത്തുന്നത് എന്തിനാണ്? അതെന്തിനാന്ന് വെച്ചാൽ ആ കുട്ടികൾ പഠിച്ചത് അവർക്ക് ഒന്ന് എഴുതി ആ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു മാതൃകയിലായിരിക്കും ചോദ്യങ്ങളുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ചോദ്യങ്ങൾ ഒരുപോലെ എന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു മോഡൽ, അതിനാണല്ലോ മോഡൽ എക്സാം എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം എന്നാൽ കൊടുത്താൽ പോരായിരുന്നു. മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ആ ബോർഡ് എക്സാമിന് കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കണം, അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിലായിരിക്കും ചോദ്യം ഏതാണെന്നൊന്നും പറയുന്നു വേണ്ടല്ലോ, ഈ ഒരു ടൈപ്പിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഒരു മോഡൽ, ഒരു വഴികാട്ടിയാണ് മോഡൽ എക്സാം. ആ ഒരു മോഡൽ എക്സാമിൻ്റെ ബേസിസിലായിരിക്കും കുട്ടികൾ പഠിക്കുക അല്ലേ. പാഠപുസ്തകം മുഴുവൻ പഠിക്കണം, പക്ഷേ ആ ഒരു മോഡൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, വേഗത്തിൽ ആൻസറൊക്കെ ചെയ്ത് വേഗത്തിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മോഡൽ എക്സാം നല്ല എളുപ്പം പഴയ പാറ്റേൺ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇറക്കി ബോർഡ് എക്സാം കൊണ്ടുപോയി ടഫാക്കി. അതോടെ കുട്ടികളൊക്കെ തളർന്നു അല്ലേ. ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം മാറുമ്പം, ഒരു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ചേഞ്ച് വരുമ്പം അതവർ ലാസ്റ്റ് മിനിറ്റിൽ ഈ ഒരു +2 പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികളുടെ ടേണിംഗ് പോയിൻ്റാണ് അല്ലേ. ഇനി അവരെങ്ങോട്ട് പോകണം, ഏത് മേഖലയിലേക്ക് തിരിയണം, അതായത് എവിടെ
10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ A+ എന്ന് പറഞ്ഞാൽ നമുക്ക് +1 +2 ഏത് ഇതിൽ നല്ല കോഴ്സിന് ചേരണം, നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല കോഴ്സിന് ചേരുക എന്നുള്ള മാനദണ്ഡം മാത്രമേ 10ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ +2 അങ്ങനെയല്ല, ഏത് മേഖലയിലേക്ക് തിരിയണം. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ആ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ ഭാവി എന്ന് പറയുന്നത് ഈ ഒരു +2 മാർക്കിൻ്റെ ബേസിസിലായിരിക്കും. നമ്മൾ ഏത് കോഴ്സിന് ചേർന്നു അവിടെ നമ്മുടെ മാനദണ്ഡം ഈ മാർക്കിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് ഓരോരുത്തർക്ക് സീറ്റ് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് ഒരു പെട്ടെന്നൊരു മന്ത്രിക്ക് ബോധോദയം വരില്ല വേണ്ടത്. അത് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ആ ഒരു വർഷത്തിൻ്റെ തുടക്കം തന്നെയെങ്കിലും എന്ത് ചെയ്യണം, ഇന്നതായിരിക്കും എന്ന് പറഞ്ഞ് കുട്ടികൾക്കൊരു ബോധവൽക്കരണമൊക്കെ കൊടുത്ത് അതിനനുസരിച്ച് അധ്യാപകരെയൊക്കെ സജ്ജരാക്കി അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ അധ്യാപകർ കൊടുത്ത് അധ്യാപകർ കുട്ടികൾക്കും പറഞ്ഞു. ഇതിപ്പോൾ അധ്യാപകർ എന്താ ചെയ്തിട്ടുണ്ടാവുക, ആ പഴയ മോഡൽ വെച്ച് ഇതിങ്ങനെ പഠിച്ചാൽ മതി, ഇതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പഠിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി പോയവർ മണ്ടന്മാരായി. എന്നിട്ട് മോഡൽ എക്സാമിൻ്റെ ഇനി പോട്ടെ ഫസ്റ്റിലേ കൊടുത്തില്ല, ആ മോഡൽ എക്സാമെങ്കിലും ഈ ഒരു പാറ്റേണിൽ വന്നിരുന്നെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ഇന്ന മോഡലിലും എക്സാം വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു, അവർ പഠിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പല വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ട്. അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, അവരുടെ രക്ഷിതാക്കളുടെ അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റത്തിനൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് കുറച്ച് മുമ്പേ ഇംപ്ലിക്കേറ്റ് ചെയ്യുക. അല്ലാതെ അവസാന നിമിഷം കൊണ്ടുവന്ന് അത് ഇംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസിനെയും അവരുടെ ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം അതൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പം ഇങ്ങനെ ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫുൾ ഇതിൽ വെക്കുന്നില്ല. ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും എന്താ പറയുക നിരാശ അടിച്ച് നിൽക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നിരാശപ്പെട്ടിട്ടൊന്നും ഇനി കാര്യമില്ല. നമ്മുടെ അടുത്ത് വന്ന തെറ്റല്ല, നിങ്ങളുടെ അടുത്ത് വന്ന തെറ്റല്ല, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, നിങ്ങളെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്നതിൽ പോകുന്നതേ ഇനി കാര്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമാണ്. ഇനിയുള്ള എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് വിചാരിച്ചിട്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നോക്കി നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.